എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ഒരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ടാണ്. അത് അറിവ് പകരുന്ന വീഡിയോ തന്നെയാണ് കേട്ടോ. പാഠപുസ്തകത്തിലെ അല്ല എന്ന് മാത്രം. ഒരു വലിയ സന്തോഷവും തരുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. ടീച്ചറിനും കുറെ അറിവുകൾ അതിൽ നിന്നുണ്ടായി, കുറെ അധികം സന്തോഷവും ഉണ്ടായി. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഈ പടമൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണും. വീട്ടിൽ ഒരു ചെറിയ ഇൻക്യുബേറ്റർ നിർമ്മിച്ച് അതിൽ കുറച്ച് മുട്ടകൾ വെച്ച് അതിൽ കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുത്തു. വളരെ സുന്ദര കുട്ടന്മാരായ കുറെ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായി വീട്ടില്. എല്ലാം നല്ല ആരോഗ്യമായിട്ട് നല്ല മിടുക്കരായിട്ട് വളരുകയും ചെയ്തു. അപ്പൊ അതിനെ വളർത്തിക്കൊണ്ടിരുന്നപ്പോഴും അതിനെ ഉണ്ടാക്കാനായിട്ടുള്ള ഇൻക്യുബേറ്റർ നിർമ്മിച്ചപ്പോഴും അതിൽ മുട്ടയൊക്കെ വെച്ചപ്പോഴും ഒക്കെ കുറേ സംശയങ്ങൾ ഉണ്ടായി. ആ സംശയങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സ്വീകരിച്ച മാർഗം യൂട്യൂബിൽ തന്നെ പലർ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുകയാണ് ചെയ്തത്. അങ്ങനെ കണ്ടപ്പോഴും സംശയം തീരാതെ നിന്ന കുറെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു. അത് എല്ലാം ഒന്ന് ഈ വീഡിയോയും ഇടണം. അപ്പോൾ ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് കുറെ സഹായവുമാകണം എന്നോർത്താണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഉണ്ടായ സംശയങ്ങളൊക്കെ ഒന്ന് ആദ്യം പറയാം. ആ സംശയങ്ങളാണ് മെയിനായിട്ടും ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. കൃത്യമായിട്ട് എത്ര ദിവസം എടുക്കും കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായി വരാൻ? നമ്മൾ വെച്ച് കഴിഞ്ഞ് എത്രാമത്തെ ദിവസം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തു വരും? അപ്പോൾ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളോടും ഒന്നിച്ചാണോ പുറത്തു വരിക? അതാണ് രണ്ടാമത്തെ ചോദ്യം. എല്ലാം കൂടെ ഒന്നിച്ചിങ്ങ് ഉണ്ടായി വരുമോ? വരുമ്പോ എന്ത് ചെയ്യണം? ഇനി ചിലപ്പോൾ നമ്മൾ പൊട്ടിച്ചു വിടണോ? ആ കോഴിക്കുഞ്ഞുങ്ങളെ മുട്ട പൊട്ടിച്ച് കോഴിക്കുഞ്ഞുങ്ങളെ പുറത്തിറക്കണോ? അതാണ് അടുത്തൊരു സംശയം. ഇനി മുട്ട വെച്ച പാത്രത്തിന് എന്തൊക്കെ അറേഞ്ച്മെന്റ് വേണം? അതിന് വായു കടക്കാൻ വേണ്ടി ഹോൾസ് ഒക്കെ ഇടണോ? ഇനി അത് മൂടി വെക്കാനായിട്ട് എളുപ്പത്തിൽ നിർമ്മിക്കുന്ന കാർഡ്ബോർഡ് പെട്ടിയൊക്കെ ആണെങ്കിൽ മൂടി വെക്കാൻ എന്ത് ഉപയോഗിക്കാം? ഇനി മുട്ട ആ കാർഡ്ബോർഡ് പെട്ടിയിൽ എങ്ങനെ വെക്കാം? എന്ത് വിരിച്ചിട്ടൊക്കെ വെക്കണം? അത് കഴിഞ്ഞ് കോഴിക്കുഞ്ഞ് ഉണ്ടായ ശേഷമുള്ള കാര്യം. കോഴിക്കുഞ്ഞ് ഉണ്ടായ ശേഷം മറ്റൊരു പെട്ടിയിലേക്ക് നമ്മൾ ഈ കോഴിക്കുഞ്ഞിനെ മാറ്റി സൂക്ഷിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇനി മുട്ട വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾക്ക് ഒത്തിരി പേടിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. അടുത്തത്, നമ്മൾ ഉണ്ടായ ശേഷം എപ്പോഴാണ് തീറ്റയും വെള്ളവും ഒക്കെ കൊടുത്തു തുടങ്ങേണ്ടത്? എന്ത് തീറ്റയാണ് കൊടുക്കേണ്ടത്? അത് എത്ര ദിവസത്തോളം കൊടുക്കണം? ഇനി വെള്ളവും തീറ്റയും ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയൊക്കെ വെള്ളവും തീറ്റയും കൊടുക്കാം? ഇതൊക്കെയാണ് അതിനകത്ത് സംശയങ്ങൾ വന്നുകൊണ്ടിരുന്നത്. ആ സംശയങ്ങള് അതിനെല്ലാം ഒരു ചെറിയ പരിഹാരങ്ങള് ഇത് വെച്ചത് മോനാണ്. മോൻ കണ്ടെത്തി. ടീച്ചറും അല്പമൊക്കെ കൂടി അങ്ങനെ വളരെ എളുപ്പത്തില് ഇതിനെ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിക്കാനും അതിനെ സൂക്ഷിച്ചു വളർത്താനും എല്ലാം സാധിച്ചു. അപ്പൊ അതാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നതിനുള്ള ലളിതമായ ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്നതിന് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മതി. ഒന്നാമതായി വേണ്ടത് ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണ്. ആ കാർഡ്ബോർഡ് ബോക്സ് ഇവിടെ മോൻ എടുത്തതാണെങ്കിൽ ഏകദേശം 35-40 ഇടയിൽ വരുന്ന നീളവും വീതിയും ഏകദേശം ഹൈറ്റും ഏകദേശം ഒരുപോലെ വരുന്ന ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണ്. അതിനുശേഷം ഒരു തെർമോക്കോള്, നമ്മൾ മത്സരങ്ങൾക്കൊക്കെ കൊണ്ടുപോകുന്ന തെർമോക്കോള് കടയിൽ വാങ്ങാൻ കിട്ടും, വളരെ വിലക്കുറവാണ്. അത് വാങ്ങിയിട്ട് കൃത്യമായിട്ട് മുറിച്ച് ഈ കാർഡ്ബോർഡ് ബോക്സിന്റെ സൈഡില് ഒക്കെ സെല്ലോ ടേപ്പോ അല്ലെ അല്പം പശയൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ഫിക്സ് ചെയ്ത് വൃത്തിയോടെ പിടിപ്പിച്ചു. അത് നമുക്ക് എല്ലാവർക്കും സാധിക്കും. അത് കാർഡ്ബോർഡ് ബോക്സിന്റെ സൈഡിലൊക്കെ വളരെ കൃത്യതയോടെ ഒന്ന് അളവൊക്കെ എടുത്ത് മുറിച്ച് അത് ആർക്ക് വേണമെങ്കിലും പിടിപ്പിക്കാം. അങ്ങനെ പിടിപ്പിച്ച് എടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
കറണ്ട് ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചൂട് നിലനിൽക്കണം. ഒരു അല്പം നേരം കറണ്ട് പോവുകയോ ഒക്കെ ചെയ്താലും ചൂട് നിലനിൽക്കാനായിട്ട് കൂടുതൽ നല്ലതാണ്. ഈ തെർമോക്കോൾ വെക്കാതെയും ഇത് ഉണ്ടാക്കാമെന്ന് പറയപ്പെടുന്നു. എങ്കിലും തെർമോക്കോൾ വെച്ചാണ് വീട്ടിലുണ്ട്. അപ്പോൾ സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ചേക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാം. അങ്ങനെ കൃത്യമായിട്ട് ഒട്ടിച്ച് നല്ല വൃത്തിയുള്ളൊരു പെട്ടി തയ്യാറാക്കി. ഇനി ചെയ്തത്, ഇങ്ങനെ വൃത്തിയായി തെർമോക്കോളൊക്കെ ഒട്ടിച്ചെടുത്ത പെട്ടിയുടെ ഒരു സൈഡിലായിട്ട് നമ്മൾ ഒരു ബൾബ്, അതിന് ഹോൾഡറൊക്കെ വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് 60 വോട്ടിൻ്റെ ഒരു ബൾബ് പിടിപ്പിക്കേണ്ടതുണ്ട്. ബൾബിൻ്റെ മറ്റൊരു സൈഡിലായിട്ട് നമുക്ക് ഒരു കൂളിംഗ് ഫാനും പിടിപ്പിക്കേണ്ടത് ആവശ്യമുണ്ട്. അതിൻ്റെ പൊസിഷൻ ഒന്ന് കണ്ടുവെച്ചേക്കുക. ഒരു സൈഡിലായിട്ട് ബൾബിൻ്റെ ഹോൾഡറും അതിൻ്റെ നേരെ ഒരു കൃത്യ അകലമൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. അവിടെയായിട്ട് നമുക്ക് കൂളിംഗ് ഫാനും പിടിപ്പിക്കണം. കൂളിംഗ് ഫാൻ എടുത്തേക്കുന്നത് ഒരു ഇൻഡക്ഷൻ സ്റ്റൗവിൻ്റെ പോയി കിടന്നാണ് ഇവിടെ എടുത്തത്. നമുക്ക് കടയിൽ ചെറിയൊരു വിലയിൽ അത് മേടിക്കാനായിട്ട് കിട്ടും. അതും നമ്മൾ എടുത്ത് പിടിപ്പിക്കേണ്ടതുണ്ട്. കാർഡ്ബോർഡ് ബോക്സിനുള്ളിൽ ബൾബും കൂളിംഗ് ഫാനും പിടിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ കാണുന്നത് ഒരു ഡിജിറ്റൽ തെർമോസ്റ്റാറ്റ് ആണ്. നെറ്റ് വഴിയാണ് അത് വാങ്ങുന്നത്. അത് എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ടൊക്കെ കൊടുത്തേക്കാം. ആ തെർമോസ്റ്റാറ്റ് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അതിനുള്ളിലെ ടെമ്പറേച്ചർ 37.5, അതാണ് ഒരു മുട്ട വിരിയുവാനായിട്ട് വേണ്ട ടെമ്പറേച്ചർ. ആ 37.5 ആകുമ്പോൾ ബൾബ് ഓഫ് ആകണം. അപ്പോൾ അതിനു വേണ്ടി അറേഞ്ച് ചെയ്യുന്നതാണ് അത്. ഒരു ഡിജിറ്റലായിട്ട് ചെയ്യുന്ന, ഇപ്പോൾ ഡിജിറ്റൽ വാച്ചിലൊക്കെ സമയമൊക്കെ അറേഞ്ച് ചെയ്യുന്ന പോലെ അത് ചെയ്യാവുന്നതാണ്. അത് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് തരുന്നതാണ്. ഇത്രയും ലളിതമായ അറേഞ്ച്മെൻറ്റിന് ശേഷം നമ്മൾ കാർഡ്ബോർഡ് ബോക്സിനുള്ളിൽ കുറച്ച് അറക്കപ്പൊടിയോ അല്ലെങ്കിൽ അരിയോ അല്ലെങ്കിൽ ക്രഷ് ചെയ്ത പേപ്പറോ അല്ലെങ്കിൽ മണലൊക്കെ എന്തെങ്കിലും വൃത്തിയുള്ളതും ഉണങ്ങിയതുമായ വസ്തുക്കളൊന്ന് വിരിച്ചിട്ട് ആ മുട്ട അതിനകത്തേക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഈർപ്പം നിലനിർത്തുന്നതിന് വേണ്ടി അതിനുള്ളിൽ ഒരു പാത്രത്തിലാണെങ്കിലും മതി നിറച്ച് വെള്ളവും വെക്കേണ്ടതാണ്. വെള്ളം അറിഞ്ഞു പോകുന്ന പാത്രമൊന്നും ആയിരിക്കരുത്. വൃത്തിയായിട്ട് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന അവിടെ ഒരു പാത്രത്തിൽ വെള്ളവും കൂടി വെക്കേണ്ടതാണ്. മുട്ട ഇങ്ങനെ സ്റ്റേബിളായിട്ട് ഉരുണ്ടൊന്നും പോകാതെ കൃത്യമായിട്ട് വെച്ച ശേഷം ആ മുട്ട രാവിലെയും വൈകിട്ടും നമുക്ക് സൗകര്യപ്രദമായ സമയത്ത് 8 മണിക്ക് രാവിലെ ചെയ്താൽ രാത്രി 8 മണിക്കും അങ്ങനെ 2 നേരത്ത് അത് നമുക്ക് തിരിച്ച് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് മുട്ടയിലൊരു അടയാളം കൊടുക്കുന്നത് നല്ലതാണ്. ഈ ആദ്യം വെച്ച മുട്ട വിരിഞ്ഞുണ്ടായ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നോക്കി നല്ല വലിപ്പമൊക്കെ വെച്ച് സുന്ദര കുട്ടപ്പന്മാരായതുകൊണ്ട് അത് ഓരോരുത്തർ വന്ന് വാങ്ങിക്കൊണ്ട് പോയി. അപ്പോൾ വീണ്ടും മുട്ട വെച്ചു അതിൽ അടയാളപ്പെടുത്തി വെച്ചേക്കുന്നത് കാണിച്ചു തരാം. ആദ്യം ഉണ്ടാക്കി ഇൻക്യുബേറ്ററും അതിലെ കോഴിക്കുഞ്ഞുങ്ങളെയും ഒക്കെ മോൻ്റെ കൂട്ടുകാരൊക്കെ കൊണ്ടുപോയതിനാൽ അടുത്ത ഇൻക്യുബേറ്റർ ഉണ്ടാക്കി ഇതും കൂടെ ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല. 2 ബൾബുണ്ട്, അതിന് താഴെ 2 പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, ഫാനുണ്ട്. കൂടുതൽ മുട്ട വെക്കാവുന്ന ഒരു ബോക്സാണ് കിട്ടിയത്. അതുകൊണ്ടാണ് അത്ര അറേഞ്ച്മെന്റ് നടത്തിയത്. ഇനി മുട്ടയിലൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, അതിൽ കുരിശ് ക്രോസ് വരച്ചാണ് വെച്ചിരിക്കുന്നത്. അത് നമ്മളൊരു ആചാരം, ഒരു ജീവനല്ലേ അതിനകത്ത് ഉണ്ടായി വരുന്നത്. അപ്പോൾ ഒരു ആചാരം എന്ന നിലയിൽ പഴയ കാലത്ത് ആൾക്കാർ അങ്ങനെയാണ് ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ മുട്ട അതിന് മറ്റൊരു ഉപയോഗവും കൂടി ഉണ്ട്. ആ മുട്ട നമുക്ക് രാവിലെയും വൈകിട്ടും ഈ മുട്ടകൾ തിരിച്ചു വെക്കേണ്ടതും ഉണ്ട്. അപ്പോൾ രാവിലെ 8 മണിക്ക് ഈ ക്രോസ് ഉള്ള ഭാഗമാണ് മുകളിൽ വരത്തക്ക രീതിയിൽ വെച്ചേക്കുന്നത് എങ്കിൽ വൈകിട്ട് 8 മണിയാകുമ്പോൾ നമ്മൾ അത് ആ ക്രോസ് ഇല്ലാത്ത ഭാഗത്തേക്ക് തിരിച്ചു വെക്കണം. തിരിച്ചു വെക്കുമ്പോൾ അത് പരസ്പരം കൂട്ടിയിടിച്ച് പൊട്ടാൻ സാധ്യതയുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഏകദേശം മുട്ട വെക്കുന്നത് വരെയുള്ള കാര്യങ്ങളായി. ഇനി ബോക്സിനെ കുറിച്ച്, ചിലർ ബോക്സിന്റെ സൈഡിലൊക്കെ വായു കയറാനായിട്ട് തുളകളൊക്കെ ഇടാറുണ്ട്.
അതിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല. നമ്മൾ 2 നേരം മുട്ട തിരിച്ചു വെക്കാനൊക്കെ നേരത്ത് ബോക്സ് തുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശുദ്ധവായു ഒക്കെ ആവശ്യത്തിന് അതിനുള്ളിൽ കയറുന്നതുണ്ട്. പിന്നെ ഈ ഫാൻ പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് വായു ഒന്ന് സർക്കുലേറ്റ് ചെയ്യുന്നുമുണ്ട്, ഒന്ന് കറങ്ങുന്നൊക്കെ ഉള്ളതുകൊണ്ട് ആ പ്രശ്നവുമില്ല. അതുകൊണ്ട് ചൂടൊന്നും പുറത്തു പോയി നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ അതിനെ കവർ ചെയ്തിടാവുന്നതാണ്. അതിനെ എളുപ്പത്തിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിൽ കട്ടിയുള്ള ടർക്കി തുവാലകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കട്ടിയുള്ള കമ്പിളി കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഈ കാർഡ്ബോർഡ് ബോക്സിന്റെ മുകളിൽ ഒന്ന് കവർ ചെയ്ത് ഇടാവുന്നതാണ്. ഇങ്ങനെ കവർ ചെയ്ത് സൂക്ഷിക്കുമ്പോൾ ഒരു 3 മണിക്കൂർ നേരത്തേക്ക് പോലും കറണ്ട് പോയാൽ പോലും അതിനുള്ളിൽ അപ്പോഴേക്കും അതിൻ്റെ ചൂട് നിലനിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇത് പിന്നെ ഇടയ്ക്ക് തുറന്നൊന്നും നോക്കരുത് കറണ്ട് പോയാൽ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് ഇതിൻ്റെ പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ നിന്ന് തന്നെ നമുക്കുണ്ടാകുന്ന കുറേ സംശയങ്ങൾ ഞാൻ തീർത്തു തന്നിട്ടുണ്ട്. ഇനി കോഴിക്കുഞ്ഞുണ്ടായതിനു ശേഷവും ഉണ്ടാകുന്ന സമയത്തും നമുക്കുണ്ടാകുന്ന സംശയങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. ഇൻക്യുബേറ്ററിനുള്ളിൽ മുട്ട വെച്ച ശേഷം എത്രാം ദിവസം വിരിയുമെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി വെച്ച ദിവസം നമ്മൾ കലണ്ടറിൽ കുറിച്ചിടണം. അപ്പൊ ആ കണക്കൊന്ന് മനസ്സിലാകാൻ ഞാൻ 1-ാം തീയതി വെച്ചു എന്നങ്ങ് പറയുകയാണ്. ആ 1-ാം തീയതിയെ തൊട്ട് എണ്ണിയാല് 21-ാം തീയതി മുട്ട വിരിയുന്നതാണ്. നമ്മള് 1-ാം തീയതി വൈകിട്ട് 7 മണിക്ക് വെച്ചാല് മിക്കവാറും മുഴുവൻ മുട്ടയും വിരിഞ്ഞു വരുന്നത് 21-ാം തീയതി വൈകിട്ട് 7 മണിയോട് കൂടി ആയിരിക്കും. എന്ന് വെച്ചാൽ അത് എല്ലാം കൂടി ഒന്നിച്ച് വിരികയൊന്നുമില്ല. അതിനെക്കുറിച്ച് പറയാം. ഒന്നുകൂടെ നോക്കിക്കേ. 1-ാം തീയതി വെച്ചാൽ ആ 1 തൊട്ട് എണ്ണിയാൽ 21. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ദിവസം വെക്കുന്നു, ഉദാഹരണത്തിന് 5-ാം തീയതി വെച്ച് കഴിഞ്ഞാൽ 5 തൊട്ട് നമ്മൾ 21-ാം തീയതി വരെ, ഇപ്പൊ 5 എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. അന്നേരം 1, 2 എന്ന് എണ്ണി 21-ാമത്തെ ദിവസവും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം. അതിനിടയ്ക്ക് നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. 21-ാം തീയതി 21 ദിവസം പൂർത്തിയാകുമ്പോൾ മാത്രമാണ് കുഞ്ഞുങ്ങൾ വരുന്നത്. അതായത് 21-ാം തീയതി രാവിലെ മുട്ടയില് ചെറിയ ചുണ്ടൊക്കെ പുറത്തു വരുന്നതിന് വേണ്ടിയിട്ടുള്ള പൊട്ടലുകളൊക്കെ കണ്ടു തുടങ്ങും. 21-ാം തീയതി രാവിലെയോ ചിലപ്പോൾ തലേ ദിവസം പോലുമോ മുട്ടയിൽ ചെറിയ പൊട്ടലൊക്കെ കണ്ടെന്നിരിക്കും. പക്ഷെ കുഞ്ഞുങ്ങൾ പുറത്തു വരിക എന്ന് വെച്ചോ അന്നേ തൊട്ട് എണ്ണിക്കഴിയുമ്പോൾ 21 ദിവസം പൂർത്തിയാകുമ്പോഴാണ്. 21 ദിവസം പൂർത്തിയായി കഴിയുമ്പോൾ അത് ഒരേ സമയത്ത് എല്ലാം കൂടെ പൊട്ടി വരികയല്ല ചെയ്യുന്നത്. ആദ്യം 1 ഉണ്ടായി, 2 ഉണ്ടായി, അങ്ങനെ സമയവ്യത്യാസത്തിലൊക്കെയാണ് അവ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടായി 21-ാം തീയതി കഴിഞ്ഞ് ആ 22-ലേക്ക് പോലും ചില കുഞ്ഞുങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതായത് 1-ാമത്തെ കുഞ്ഞുണ്ടായി, നമ്മൾ ടെൻഷൻ ആവുകയാണ്, ബാക്കി കുറച്ച് മുട്ട വിരിയാതിരിക്കുന്നു, അതെടുത്ത് പൊട്ടിച്ചൊന്നും നോക്കണ്ട, അത് അനക്കാതെ അവിടെ തന്നെ വെച്ചേക്കുക. അതിന്റെ ആ ലാസ്റ്റ് കുഞ്ഞ് വിരിയാൻ ചിലപ്പോൾ ഈ 1-ാമത്തെ കുഞ്ഞ് വിരിഞ്ഞ ശേഷം 12 മണിക്കൂർ വരെ എടുക്കാറുണ്ട്. അപ്പൊ അത് നമുക്ക് പേടിക്കേണ്ട ആവശ്യം ഇല്ല. ഇങ്ങനെ ഓരോ കുഞ്ഞുങ്ങളായി പൊട്ടി പുറത്തു വരും. അപ്പോൾ ചിലതിനൊക്കെ ഹോള് കണ്ടോ, അതിനുള്ളിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അവരുടെ ചിറകൊക്കെ നനഞ്ഞാണ് ഇരിക്കുക. നമ്മളവയെ പിടിക്കാനൊന്നും പോകണ്ട. പിന്നെ കണ്ടുകൊണ്ടൊന്നും ഇരിക്കണമെന്നില്ല. ആ ബോക്സ് മൂടി തന്നെ ഇരിക്കാൻ, ചൂടൊക്കെ കിട്ടുന്നതിന് വേണ്ടി. അങ്ങനെ മുട്ടയിൽ നിന്ന് വിട്ടു വരുന്ന സമയത്ത് അവരുടെ ദേഹത്തിന്റെ ഒരു ബാക്ക് ഭാഗം, പുറകു ഭാഗം മുട്ടയിൽ തന്നെ പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം. ബലമായിട്ടത് നീക്കം ചെയ്യുകയൊന്നും വേണ്ട. അത് അതിന്റെ ശരീരം ഒരു മനുഷ്യ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു പൊക്കിള് പോലെയുള്ളൊരു ഭാഗമാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അത് വേർപെടുത്തരുത്. പിന്നെ ഒരു പ്രധാന കാര്യം, നമ്മൾ വെച്ചിരിക്കുന്ന വെള്ളപ്പാത്രത്തിലേക്കായിരിക്കും മിക്കവാറും ഇവ എടുത്തു ചാടുക. അതിനാൽ അത് കവർ ചെയ്ത് വെക്കാൻ മറന്നു പോകരുത്. അപ്പോഴും ആ വെള്ളത്തിന്റെ ആവശ്യം അവിടെ ഉണ്ട്. ഒരു ജീവനല്ലേ അതിനകത്ത് ചാടി ചത്തുപോകാൻ ഇടയായത്. എല്ലാത്തിലും ശ്രദ്ധ വേണം. കണ്ടോ, ആ പാത്രത്തിന് മുകളിൽ കൂടിയാണ് ഉണ്ടായ ഒരു കുഞ്ഞ് നടക്കുന്നത്. ഉണ്ടാകുന്ന ഓരോ കുഞ്ഞിനെയും മറ്റൊരു കാർഡ്ബോർഡ് ബോക്സിലേക്ക് മാറ്റി വെക്കുന്നു. ആ കാർഡ്ബോർഡ് ബോക്സിൽ പേപ്പർ വിരിച്ചേക്കുന്ന വെറുതെ വിരിച്ചേക്കുമല്ല, മിനുസമുള്ള പേപ്പർ ആയിരിക്കരുത്. കുഞ്ഞുങ്ങൾ തെന്നി വീഴും. അതുകൊണ്ട് അത് നല്ല ചുരുക്കി കൂട്ടി ക്രഷ് ചെയ്ത പേപ്പറാണ് വിരിച്ചിട്ടിരിക്കുന്നത്. നമ്മൾ മാറ്റിയ കാർഡ്ബോർഡ് ബോക്സിൽ നമുക്ക് ആകെ വേണ്ടത് ഒരു ബൾബും ക്രഷ് ചെയ്ത് വിരിച്ച പേപ്പറുമാണ്.
ആ പേപ്പറിൽ എന്തെങ്കിലും അവർ ചീത്തയൊക്കെ ആക്കി കഴിയുമ്പം നമുക്ക് ആ പേപ്പർ മാറ്റിയ ശേഷം പുതിയ പേപ്പർ വിരിച്ചു കൊടുക്കാവുന്നതാണ്. ആ ബൾബ് പാകത്തിന് താത്തി വെക്കണം. ഒരു 60 വോട്ടിൻ്റെ ബൾബൊക്കെ മതി. അത് പാകത്തിന് താത്തി വെച്ചില്ലെങ്കിൽ ഇതുപോലെ കട്ട പിടിച്ച് കോഴിക്കുഞ്ഞിരുന്ന് ചിലതിനൊക്കെ എന്തെങ്കിലും കേട് പറ്റാൻ സാധ്യതയുണ്ട്. പാകത്തിന് താത്തി വെച്ചാൽ അവരല്പം അകന്നൊക്കെ ഇരുന്നോളും. അവർക്ക് പാകത്തിന് ചൂട് കിട്ടും. അതുകൊണ്ട് ബൾബ് പാകത്തിന് അതിന് താഴേക്ക് താത്തി വെക്കണം. എന്നാൽ കോഴിക്കുഞ്ഞുങ്ങളുടെ തല ഇടിക്കുകയും ചെയ്യരുത്. ഇനി തീറ്റയും വെള്ളവും കൊടുത്തു തുടങ്ങിയത് കോഴിക്കുഞ്ഞുങ്ങളെ ആ ഒരു കാർഡ്ബോർഡ് ബോക്സിലേക്ക് മാറ്റിയപ്പോൾ തന്നെ അതിൻ്റെ പേപ്പറിലേക്ക് അല്പം സ്റ്റാർട്ടർ എന്നറിയുന്ന തീറ്റ, കോഴിക്കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ കൊടുക്കുന്ന തീറ്റ കടയിൽ മേടിക്കാൻ കിട്ടും, സ്റ്റാർട്ടർ. ആ തീറ്റ മേടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. അത് അല്പം എടുത്ത് അതിൽ തൂളിക്കൊടുത്തു. അപ്പോൾ അതുങ്ങൾ കിടന്നുകൊണ്ട് പോലും ഓരോ മണികൾ കൊത്തി തിന്നുന്നുണ്ട്. പിന്നെ അവർക്ക് അല്പസമയത്തിനുള്ളിൽ അപ്പോഴത്തന്നെ വെള്ളം അപ്പം തന്നെ കൊടുക്കണമെന്നില്ല. തീറ്റ അവിടെയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓരോന്നൊക്കെ ചുമ്മാ കൊത്തിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഇനി കോഴിക്കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നേരെ ഒരു പാത്രത്തിൽ കൊണ്ടുവച്ച് അവരതിനകത്തോട്ട് എടുത്ത് ചാടും. ആ കാർഡ്ബോർഡ് ബോക്സ് ഒക്കെ നനച്ച് കളയും. അപ്പോൾ നമ്മൾ ഇച്ചിരി ബുദ്ധിപരമായിട്ട് ഒരു പ്ലേറ്റ് വെച്ചു. അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു പരന്ന പ്ലേറ്റ് വെച്ച ശേഷം അതിലാണ് വെള്ളം ഒഴിച്ചത്. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ അതിനകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി ഒരു തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി അതിൻ്റെ നടുക്ക് ഒരു പഴയ പാത്രവും ഇറക്കി വെക്കുകയാണ് ചെയ്തത്. അത് നമ്മുടെ മനോധർമ്മം പോലെ ചെയ്യാം. അപ്പോൾ കോഴിക്കുഞ്ഞിന് എപ്പോഴും ആവശ്യത്തിന് വെള്ളം കുടിക്കാം. അവരുടെ ദേഹമൊക്കെ ഒന്ന് ഉണങ്ങിയ ശേഷം എണീറ്റൊക്കെ നിന്ന ശേഷം വെള്ളം കൊടുത്ത് തുടങ്ങിയാൽ മതി. 5-6 മണിക്കൂറിനുള്ളിൽ വെള്ളം കൊടുത്തു തുടങ്ങാം. വിരിഞ്ഞ 12 മണിക്കൂറിനുള്ളിൽ തന്നെ നന്നായി കോഴിക്കുഞ്ഞുങ്ങൾ തീറ്റ തിന്ന് തുടങ്ങും. അപ്പോഴതിന് കൊടുക്കാനായിട്ട് ഇപ്പോൾ ചെയ്തേക്കുന്നത് എളുപ്പത്തിൽ ആരും തട്ടിക്കളയാതെയൊക്കെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു രീതിയിൽ ഒരു പരന്ന പാത്രം എടുത്തു. അല്പം അതിലേക്ക് തീറ്റ ഇട്ടു. പിന്നെ ആ തീറ്റയുടെ നടുക്ക് ഭാഗത്തേക്ക് അത് കയറി വരാതിരിക്കാൻ വേണ്ടി തീറ്റ ഇട്ടിരുന്ന ടിന്നെടുത്ത് അതിൻ്റെ നടുക്ക് ഭാഗത്ത് കമത്തിയും വെച്ചു. ഈ രീതിയിൽ നമുക്ക് യാതൊരു മുതൽ മുടക്കും ഇല്ലാതെ കോഴിക്കുഞ്ഞുങ്ങൾ തീറ്റ തിന്നുന്നത്, ആ പാത്രമൊന്നും അതിനകത്ത് ബാക്കി തീറ്റ കിടക്കുന്നത് കൊണ്ട് ആ ടിന്ന് അവിടെ ഇരുന്നോളും. അപ്പോൾ അതിന് അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എളുപ്പത്തിൽ എല്ലാം നല്ല ഭംഗിയായിട്ട് തീറ്റ തിന്നോളും. അപ്പോൾ ഇത് നമ്മുടെ കൂടിനുള്ളിലും ഈ അറേഞ്ച്മെന്റ് നടത്താവുന്നതാണ്. കൂടിൻ്റെ ഒരു മൂലയെ വെച്ചിരുന്നാൽ മതി. നമ്മൾക്ക് സൗകര്യമുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ കോഴിക്കുഞ്ഞുങ്ങളെ ഇങ്ങനെ മുറ്റത്തൊക്കെ ഒന്ന് ഇറക്കി വിടാവുന്നതാണ്. അവർ മണ്ണിലൊക്കെ ചവിട്ടി അല്പം വെയിലൊക്കെ കൊള്ളുന്നത് നല്ലതാണ്. അങ്ങനെ സൗകര്യം ഇല്ല എങ്കിൽ നമ്മുടെ ആ കാർഡ്ബോർഡ് ബോക്സ് തന്നെ എടുത്ത് മുറ്റത്ത് വെച്ചിട്ട് കാർഡ്ബോർഡ് ബോക്സിന്റെ മുകളിൽ വലയിട്ട് മൂടി ഒരു തണലത്ത് വെച്ചാൽ മതി. തീറ്റയും വെള്ളവും കാർഡ്ബോർഡ് ബോക്സിനുള്ളിൽ വെക്കുക. അപ്പോൾ അവർക്ക് ആവശ്യത്തിന് തിന്നുകയും പിന്നെ അത്യാവശ്യം വെട്ടവും വെളിച്ചവും ഒക്കെ കിട്ടുകയും ചെയ്യും. നമുക്ക് സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ അവരെ പുല്ലേലും മുറ്റത്തും ഒക്കെ ഒന്ന് ഇറക്കി വിടാവുന്നതും ആണ്. കോഴിക്കുഞ്ഞുങ്ങൾക്ക് 10 ദിവസം വരെ നമ്മൾ സ്റ്റാർട്ടർ തീറ്റയെ തന്നെ കൊടുക്കണം. അവ അത് ധാരാളമായി കഴിക്കും, നല്ലവണ്ണം വളരും. സ്റ്റാർട്ടർ തീറ്റയും വെള്ളവും അവർക്ക് എപ്പോഴും അവൈലബിൾ ആക്കി വെച്ചേക്കണം. ഒരു 4-5 ദിവസത്തേക്കൊക്കെ ചൂട് കൊടുക്കത്തക്ക രീതിയിലുള്ള അറേഞ്ച്മെന്റ് മതി. അതിനുശേഷം ഗോതമ്പോ എന്തെങ്കിലും പൊടിച്ച് ഈ സ്റ്റാർട്ടർ തീറ്റയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ സ്റ്റാർട്ടർ തീറ്റ കഴിച്ചതുപോലെ തന്നെ അത് കഴിച്ചോളും. അങ്ങനെ നന്നവണ്ണം വളരുകയും ചെയ്തോളും. സിമ്പിളായിട്ട് ഇൻക്യുബേറ്റർ വീട്ടിലുണ്ടാക്കി കോഴിക്കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നത് കുറേ സംശയങ്ങളെങ്കിലും തീർന്നു കാണും. ഇനി എന്തെങ്കിലും സംശയങ്ങൾ പറയാതെ പോയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇതിനകത്ത് പറഞ്ഞു തരാത്തത് തെർമോസ്റ്റാറ്റിന്റെ ഒരു അറേഞ്ച്മെന്റ് ആണ്. അതും കൂടെ ഇട്ട വീഡിയോ വളരെ വലുതായി പോകുമല്ലോ എന്നോർത്താണ് പറയാതിരുന്നത്. അപ്പൊ തെർമോസ്റ്റാറ്റ് അറേഞ്ച് ചെയ്ത് പുറത്ത് പിടിപ്പിക്കുന്നത്, ഒരു ഇൻക്യുബേറ്ററിൽ പിടിപ്പിക്കുന്നതിന്റെ ചെറിയൊരു വീഡിയോ, അത് മാത്രമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാം. അപ്പൊ അതുകൂടി ഒന്ന് അറേഞ്ച്മെന്റും കൊണ്ട് അറിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കിത് വളരെ വിജയകരമായിട്ട് നടപ്പിലാക്കാം.